പേരൻസ് നമസ്തേ, ഗുഡ് മോർണിംഗ്. സുധീർ ബാലചന്ദ്രനാണ്. നക്ഷത്ര പ്രീ സ്കൂൾ ഫോർ ലിറ്റിൽ വണ്ടേഴ്സ് അഗെയിൻ ഒരു ട്രെയിനി ടീച്ചേഴ്സിൻ്റെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ അഡ്മിഷൻസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് അതേ സ്പീഡിൽ അതേ പ്രോസസ്സിൽ നമ്മൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ NCERT സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ദേ ഷുഡ് ബി നോ ക്ലാസ്സസ് ബിയോണ്ട് 20. ഈവൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പോവുകയാണെങ്കിലും ഒരു ക്ലാസ്സസിൻ്റെ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിനുള്ള 20 കുട്ടികളുടെ മുകളിൽ ഇരുത്താൻ പാടില്ല. ഞങ്ങൾ ഫോറിൻ സ്കൂൾസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ 20 ക്ലാസ്സിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് സ്കൂൾ തന്നെ അടയ്ക്കാൻ പറയും. ബിക്കോസ് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ എനി സ്കൂൾ. അപ്പോൾ 20യുടെ മുകളിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും. ഇവിടെ ഓരോരോ ക്ലാസ്സിൽ 35-40 കുട്ടികൾ ഇരുത്തിയിരിക്കും. ഞങ്ങളുടെ സോ കോൾഡ് ഗുഡ് സ്കൂൾസ് അല്ലേ. ഒരു അമ്മയായിട്ട് ഒരു കാര്യം ആലോചിക്കുക. നിങ്ങളുടെ അടുത്തൊരു 5 കുട്ടികളെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കുട്ടികളെ നോക്കാൻ പറ്റുമോ? അവരെ ഇരുന്ന് 3 മണിക്കൂർ 4 മണിക്കൂർ പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. പൈസയ്ക്ക് ശമ്പളത്തിന് വന്ന് ചേർന്ന ടീച്ചർമാർ ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ 25 കുട്ടികൾ 30 കുട്ടികൾ വെച്ച് അവരെന്താണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അത്ര ചെറിയൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ദുഃഖമുണ്ട്. അതാണ് ആദ്യത്തെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ഒരു 10-12 കുട്ടികൾ അല്ലെങ്കിൽ 15 കുട്ടികൾ വരെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാർമിംഗ് ആണ്. വേറൊരു ടീച്ചർ ഇമീഡിയറ്റ്ലി വെക്കണം, വേറൊരു ക്ലാസ് തുടങ്ങണം. അതിൻ്റെ ഉള്ളിൽ തിരക്ക് കൂട്ടാൻ പാടില്ല. കുട്ടികൾ പഠിക്കത്തില്ല. ഓൺലി ഫീസ് വാങ്ങിക്കുന്ന മെഷീനായിട്ട് സ്കൂൾ മാറും. അത് പാടില്ല. ബിക്കോസ് കുട്ടികളുടെ സമയം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സമയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. ഈ വലിയ സ്കൂളിൽ ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് പറയുമ്പോൾ എനിക്ക് അതിശയമാണ് നാട്ടിൽ നമ്മുടെ കേസ്. ഇപ്പോൾ പാലക്കാടിനെ വെച്ചോളൂ. ചില വലിയ വലിയ സ്കൂളിൽ ഭാര്യ അന്ന് പോകുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞു സാർ ഡൊണേഷൻ കൊടുക്കണമെന്ന്. ടീച്ചേഴ്സിന് ജോലിക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഇന്ന് പൈസ മേടിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും സംഭവത്തിൽ ഇത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാടല്ലാണ്ട് ഗവൺമെൻറ് സ്കൂളിൽ ചോദിച്ചിരിക്കുന്ന 25 ലക്ഷമാണ്. എൻ്റെ അവിടെ ഒരു ടീച്ചർ വന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രോക്കർമാർ ചോദിച്ചാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി എടുക്കുകയാണെങ്കിൽ 20 ലക്ഷം 25 ലക്ഷമാണ് അവർ ഡൊണേഷൻ ചോദിക്കണമെന്ന്. അത് ബ്രോക്കർമാരൊക്കെയാണ്. ഒരു സ്കൂളിൽ പൈസ കൊടുത്തിട്ടാണ് ടീച്ചർ ചേരുക. അല്ലാണ്ട് അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അവർ പഠിപ്പിക്കേണ്ട സ്കില്ല് നോക്കിയിട്ടില്ല നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് എടുക്കുന്നത് പൈസ കൊടുത്തിട്ടാണ്. പിന്നെ അവർ നിങ്ങളുടെ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഊഹിച്ചൂടെ? നിങ്ങളുടെ സമയം, നിങ്ങളുടെ പൈസ, നിങ്ങളുടെ എന്താ പറയുക ഒരു വിശ്വാസം ആ സ്കൂളിൽ ആ ടീച്ചേഴ്സാണ് നിങ്ങൾ കൊടുക്കുന്നത്. പൈസ കൊടുത്ത് ചേർന്ന് ഫർഗെറ്റ് അബൌട്ട് ഗവൺമെൻറ് സ്കൂൾ. പ്രൈവറ്റ് സ്കൂളിൽ സോ കോൾഡ് ഗുഡ് പ്രൈവറ്റ് സ്കൂൾ നിങ്ങളൊരു ടീച്ചറിനോട് ചോദിച്ചു നോക്കി സത്യാവസ്ഥ അവർ പറയും. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവന്മാർ പൈസ മേടിക്കാറുണ്ട് ടീച്ചേഴ്സിൻ്റെ നിന്ന്. അപ്പോൾ ഈ പൈസ മേടിച്ച ടീച്ചേഴ്സിന് ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, പെർഫെക്ഷൻ, പിന്നെ അവരുടെ എക്സ്പീരിയൻസ്, എക്സ്പോഷർ ഒന്നും നോക്കാണ്ട് വെറും കാശിലാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് സ്കൂളിൻ്റെ മെയിൻ ഒരു ആദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കലാണ്. അതിപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് കാശ് ഉണ്ടാക്കണം. ഒരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് വൺ ഓഫ് ദ വെരി വേഴ്സ്റ്റ് തിങ് ടു ഹാപ്പൻ ഇൻ ദ മോഡേൺ ജനറേഷൻ. അത് കാരണം കുട്ടികളൊന്നും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കാണുകയില്ല അവിടെ. ബിക്കോസ് പഠിപ്പിക്കുന്ന ആൾക്കാരെ പൈസ കൊടുത്തിട്ടാണ് ടീച്ചറായിട്ട് ചേരണമെങ്കിൽ പിന്നെ അവരെന്താ ഡെലിവറി എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അതിൻ്റെ നേരിട്ട് വിപരീതമായിട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് വെറും സാധു കുട്ടികൾ, പഠിപ്പിക്കാനും ആഗ്രഹമുള്ള കുട്ടികൾ, ഒരു കോഴ്സും പൈസ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാറുണ്ടല്ലോ 6 മാസം 8 മാസം ഒരു പരീക്ഷ എഴുതിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വെറും എനിക്കറിയാം, ഞാൻ പറയില്ല. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഡീമോറലൈസ് ദ പീപ്പിൾ ഹു ഓൾറെഡി സ്പെൻഡ് മണി. പക്ഷേ അതൊന്നും വേണ്ട. Zero. If you've got a passion to teach, come get associate with us. We will give you a free training program. We will absorb you in our school. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിപ്പിക്കാം. 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ ഈ സ്കൂൾ ഏത് ലെവലിലാണ് പോകുക, അവിടെ നിങ്ങൾ എന്ത് ജോലിയിൽ ഏത് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റുക ഞങ്ങൾ പറഞ്ഞുതരാം. കയ്യും കാഴ്ചയിട്ട് ഒരു ജോലി തരൂ സാറേ അങ്ങനെ ആഗ്രഹമുള്ളവർ ഇവിടെ വരണ്ട. പഠിച്ച് അധ്വാനിച്ച് ഒരു സ്കില്ല് ജനറേറ്റ് ചെയ്തിട്ട് ഈ സ്കൂളിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക. We will train them and we will make them to be a very adorable, very qualified teacher. Latest training program എല്ലാം ഫ്രീ. ഒരു നയ പൈസ വേണ്ട. ശമ്പളവും കിട്ടും, പഠിക്കാനും പറ്റും. ഫാമിലി റൺ ബിസിനസ് ആണത്. ഓർ ഫാമിലി റൺ എൻ്റർപ്രൈസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യില്ല. ഫാമിലി റൺ ഒരു എൻ്റർപ്രൈസ് ആണത്. നമ്മുടെ മെയിൻ വിഷൻ ആൻഡ് മിഷൻ ഈസ് ഓൺലി ടു ഗിവ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിച്ച് നോ അതർ സ്കൂൾ ഈസ് ഗിവിങ് യു ഇൻ ദിസ് വിസിനിറ്റി. അപ്പോൾ ഒരു നയ പൈസ ഇല്ല. ജോലി കാശുണ്ടാക്കാൻ ഒരു മനസ്സിലൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പൊയ്ക്കോളൂ, പൈസയും കൊടുത്തിട്ട്. അതാണ് നിങ്ങളുടെ സ്കൂളുകൾ. നന്നായി പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്,
പേര് കേൾക്കണം, നമ്മൾ ആൾക്കാർ പറയണം ഈ ടീച്ചറിൻ്റെന്ന് എൻ്റെ കുട്ടി പഠിച്ചിരിക്കണമെന്ന്. അങ്ങനെ ആഗ്രഹപ്പെട്ട് വരുന്ന ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ട്രെയിനിങ് ഫ്രീ ആണ്, ശമ്പളമായിട്ട്. ബട്ട് വർക്കിംഗ് അവേഴ്സ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ആസ് ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓണേഴ്സ് ഓഫ് ദ സ്കൂൾ 24/7 ഞങ്ങൾ സ്കൂളിലുണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോകണമെങ്കിൽ ഞങ്ങളിവിടെ കാണില്ല, ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു ഒരു ഫോർമുലയിൽ നമ്മൾ നടത്തേണ്ട, ഒരു ഡ്രീമായിട്ട് നമ്മൾ നടത്തേണ്ട ഒരു പ്ലാറ്റ്ഫോം, ഒരു റൂട്ട് മാപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബന്ധപ്പെടുക. പക്ഷേ ഈ TTC അല്ലെങ്കിൽ വേറെ ഉള്ള ഡിപ്ലോമയുടെ പേരിൽ ജോലി എടുക്കാൻ വരണ്ട. പഠിപ്പിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നിങ്ങൾ അവരെ മറ്റേ ടീച്ചേഴ്സിനെക്കാട്ടിലും ഭദ്രമായിട്ട് തയ്യാറാക്കും. മൈ വേർഡ്. ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ആസ്ക് അവർ ടീച്ചേഴ്സ് ഓർ വർക്കിംഗ്. ചില ക്യാപ്സ്യൂൾസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ. നമ്മൾ എന്തൊക്കെ ചെയ്യാറുള്ളത്, ഗോ ത്രൂ ദാറ്റ്. വി വിൽ ചേഞ്ച് യുവർ ഡ്രീം ടു ഹാവ് എ ഗ്രേറ്റ് കരിയർ ഇൻ ലൈഫ്. Thank you. Bye-bye. God bless you all. Do well to the students who are coming under you.